കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഫാമിലെ ഒരു കാഴ്ച കാണിക്കാനാണ് ഈ വീഡിയോ കേട്ടോ. എത്ര പേർക്കറിയാം ഈ ചെടിയും പഴവും സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി എന്നൊക്കെ പറയും. പക്ഷേ നാടൻ ചതുരപ്പുളിയും ഗ്രാഫ്റ്റ് ചെയ്ത സ്റ്റാർ ഫ്രൂട്ടും രണ്ടാണെന്നതാണ് സത്യം. അവിരോമ കാവിൻപോള എന്നതാണ് ശാസ്ത്രീയ നാമം. ഇന്തോനേഷ്യയാണ് കേട്ടോ ഇതിൻ്റെ ജന്മദേശം. നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ളത് കൊണ്ടാണ് ഈ പഴത്തിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന പേര് വന്നിട്ടുള്ളത്. നട്ട് 3 വർഷത്തിനിടയിൽ ഇത് കായ്ക്കാൻ തുടങ്ങും. വർഷത്തിൻ്റെ 8 മാസത്തിലേറെയും നല്ല വിളവ് നൽകുകയും ചെയ്യും. നമുക്ക് 2ാമത്തെ വർഷം തന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 5 അഗ്രഭാഗങ്ങളോട് കൂടി ഏകദേശം 6 ഇഞ്ച് വലിപ്പത്തിൽ കാണുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട്. പഴുക്കുന്നതിന് മുൻപ് നല്ല പുളിരസമാണെങ്കിലും പഴുത്തു കഴിഞ്ഞാൽ പുളിയോട് കൂടിയ മധുരവുമാണ്. തൊലി കനം കുറഞ്ഞതും പശിമയുള്ളതുമാണ്. നല്ല മധുരമൊന്നും ഇല്ലെങ്കിലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫ്ലഷുള്ള ഒരു സൂപ്പർ പഴം. പക്ഷികൾക്ക് പുളി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. അതാണ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ നമ്മളും ഫാമിലി എല്ലാ പച്ചക്കറികളും പറിച്ചെടുക്കുന്ന ശീലമുള്ളവരല്ല. ഭൂമിയുടെ അവകാശികൾക്ക് നമുക്ക് ഉറപ്പ് വരുത്തിയല്ലേ മതിയാകൂ. ഇതിൽ നല്ല പഴുത്തതെടുത്ത് നമ്മൾ അടുത്ത ആഴ്ച വിത്താക്കാനിടാം. ഒരു പഴത്തിൽ 5 മുതൽ 15 വരെ വിത്തുകൾ കാണാറുണ്ട്. അലങ്കാര ചെടിയായും സ്റ്റാർ ഫ്രൂട്ടിനെ വളർത്തുന്നവരുണ്ട്. പുറന്തൊലി ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ചതുരപ്പുളി വിവിധ ഇനം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ജെല്ലി, ജാം, അച്ചാറുകൾ, ജ്യൂസുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. മീൻകറിയിൽ കുടംപുളിക്ക് പകരമായി നമുക്ക് ചതുരപ്പുളി ഉപയോഗിക്കാവുന്നതാണ്. പുളിവർഗ്ഗമാണ്. പാവങ്ങളുടെ മുന്തിരി എന്നും ഇതിന് വിളിപ്പേരുണ്ട്. മാംസളമായ പഴം റോസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചാൽ 1 വർഷം വരെ കേടാകാതിരിക്കുന്നതാണ്. വിത്ത് മുളപ്പിച്ചാണ് ചെടി വളർത്താറുള്ളത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ 1 മീറ്റർ നീളവും ആഴവും വീതിയുമുള്ള കുഴികളിൽ ചാണകപ്പൊടി ചേർത്ത് നടുകയാണ് കേട്ടോ പതിവ്. പച്ച നിറത്തിലുള്ള കായ്കൾ പഴുക്കുമ്പോൾ നല്ല മഞ്ഞ നിറമാവും. ഒരു മരത്തിൽ നിന്ന് 40-ലധികം കിലോ വരെ കായ്കൾ ലഭിക്കും. കീടബാധ സാധാരണയായി ബാധിക്കാത്തതിനാൽ ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ് സ്റ്റാർ ഫ്രൂട്ട്. വസ്ത്രങ്ങളിലെ കറ കളയാനും ഉപയോഗിക്കുന്നവരുണ്ട്. വൈറ്റമിൻ, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈബർ എന്നിവയുടെ കലവറയാണ് ഈ പഴം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും സ്റ്റാർ ഫ്രൂട്ട് വളരെ മികച്ചതാണ്. പക്ഷേ അധികമായാൽ അമൃതും വിഷം എന്നതുപോലെ അധികം ഉപയോഗിക്കുന്നത് ദോഷമാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നാടൻ ഫ്രൂട്ടാണെന്നും ഗ്രാഫ്റ്റ് ചെയ്ത പഴം നല്ലതാണെന്നും മറ്റൊരു വാദം കൂടി നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഫാമിൽ ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ടുകളുടെ കാലമാണ്. നമ്മുടെ ചേച്ചിമാർ പഴം പറിച്ച് അച്ചാറിടാൻ തയ്യാറെടുക്കുന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നതെന്നൊന്നും നോക്കിക്കേ. അപ്പോൾ ഫാമിലെ മറ്റൊരു വീഡിയോയുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇനിയും അമ്പരിപ്പിക്കുന്ന കാഴ്ചകളുമായി ഫാമിൽ നിന്നും വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും.